നമ്മുടെ പുലിക്കുട്ടി ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് അതിഥികളുണ്ട്. അതിഥികളിൽ ആദ്യമായി എൻ്റെ അടുത്ത് വന്നവൻ എൻ്റെ സ്വന്തം ചങ്കിന് മങ്കും മങ്കുണിയുമായ എൻ്റെ ഈക്കു ഇന്ന് നിലമ്പൂരിലേക്ക് വന്നത് ഒരുപാട് കാരണങ്ങളുണ്ട്. വരൂ. നല്ല ഡ്രൈവിംഗ് സീറ്റ് കിട്ടാൻ വേണ്ടി അപ്പൊ ഇക്കൊന്ന് നിലമ്പൂരിൽ വന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. എന്തായിരുന്നു ആദ്യത്തെ കാരണം? വെറുതെ ഫിർമീഗോക്ക് വണ്ടി. അതെ വണ്ടി തപ്പ ഇറങ്ങിയതേനു. വണ്ടി നോക്കി വെച്ചിക്കണേ. നമ്മള് ഫിർമീഗോല് എന്താ വെച്ചാൽ ഡോഗ്സിന് ഇതിന് പെട്ടെന്ന് ഡെലിവറി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹോം ഡെലിവറി ചെയ്യാൻ വേണ്ടിട്ട് നമുക്കൊരു വണ്ടി വേണം. അതെ. അപ്പൊ ഒരു ഈക്കോന്റെ വണ്ടി നോക്കാൻ സെറ്റ് ആയിട്ടുണ്ട്. ചൂടുന്നല്ലോ, നല്ല വെയിലുണ്ട്, കണ്ണും തുറക്കാൻ ഈക്കോ വന്നത്. അപ്പൊ അന്ന് ഈച്ചുവിന്റെ വണ്ടിയിൽ നമ്മളൊരു ട്രിപ്പ് അടിക്കാൻ വേണ്ടി പോവുകയാണ്. എന്നൊരു ഫണ്ടേ ആയതുകൊണ്ട് തന്നെ ഒരു ഫണ്ണി ഡേ ആക്കി മാറ്റാൻ, ഒരു ആനന്ദ നൃത്തമാടുന്ന ഒരു ദിവസമാക്കി മാറ്റാൻ നമ്മൾ എന്ത് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്നും ക്യാമറ അസിസ്റ്റൻസുമായി നമ്മളെ കൂടെ കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അസീബ് അവർകളാണ്. അസീബ് ഒരുപാട് ദിവസമായി എൻ്റെ അടുത്തേക്ക് വരാ പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് ദിവസമായി അസീബിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കഥ പറഞ്ഞാൽ അസീബിനെ പോട്ടുന്ന അസീബിനെ അറിയാം. അപ്പോൾ കെൻസൽ മുനീറും റായിഫൊക്കെ എന്താ വെച്ചാൽ നിക്കാഹിന് മാറ്റണ പോലെ മാറ്റിയിരിക്കണേ. ഒരുപാട് നിക്കാഹിന് വൈകാതെ മാറ്റേണ്ടി വരുമെങ്കിലും നിക്കാഹിന് മാറ്റേണ്ട പോലെ ഇതാ കക്കടംപോയിലേക്ക് പോയപ്പം അത് മനസ്സിലായി. കുറച്ച് ബാക്ക് നല്ല ഇതിൽ കിട്ടുള്ളൂ. ഇതാ കക്കടംപോയിലേക്ക് പോകാറിനപ്പം നിക്കാഹിന് പോകാന്നാണ് കേട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഇട്ടുണ്ട് കെൻസുൽ മുനീർ അവർകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റായിഫ് ഇതേപോലെ ഒരു വെള്ളത്തൊപ്പിയും. റായിഫേ അടന്ന ബ്ലൂ ജീനും സൽമാനോ എടുത്തു. ഓ ചെക്കന്മാരൊക്കെ ഫുള്ള് കേറി റെഡി ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പുതിയ വണ്ടി? എങ്ങനെയുണ്ട് പുതിയ വണ്ടി? അടിപൊളിയാണ്. എന്തെങ്കിലും ഇവിടെ തന്നെ തിരക്കണേ. ഇപ്പൊ സീറ്റ് പിടിച്ചതാണ്, 2 സീറ്റ് കിട്ടി. അപ്പൊ ബാക്കിൽ ഇരിക്കാതൊക്കെ ഉള്ള ഐഡിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓട്ടോമാറ്റിക് സീറ്റാണ്. ഹൈക്രോസ് പോലല്ല വണ്ടി, ഒരുപാട് ഓപ്ഷൻസ് അല്ലേ. ഓട്ടോമാറ്റിക് ആയിട്ട് സീറ്റ് പൊന്തി വരും. ബാങ്ക് കൊടുക്കണ്ടല്ലോ. അപ്പോൾ സുഹൃത്തുക്കൾ, എന്തായാലും നമ്മൾ പോയി വരാം. നമ്മുടെ കപ്പിത്താൻ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട്. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ, ഈ കപ്പലിനൊരു കപ്പിത്താനുണ്ട് സാർ എന്ന് പറഞ്ഞിട്ടാണ് ഈച്ചുതിൻ്റെ മുന്നിൽ കയറിയിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആൻഡ് പ്രൗഡാണ് ടീച്ചു. അതായത് എനിക്ക് എത്ര വയസ്സ് അയച്ചോ? 21 വയസ്സിൽ സ്വന്തമായി വാങ്ങിയ ഫോർഡ് എൻഡേവറുമായിട്ട് കൂട്ടുകാരെ മൊത്തം കറങ്ങാൻ വേണ്ടി കൊണ്ടുപോകണം. അപ്പോൾ ആ ഒരു പ്രൗഡ് മൊമെൻ്റ് എന്തായാലും ഉണ്ട്. പക്ഷെ അങ്ങനെ ബാക്കൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഇടങ്ങാറായിട്ടുള്ളൊരു മൊമെൻ്റ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യണത്. അഫീഫും അസീബും വരാല്ലേ? അപ്പോൾ ദാ പോർച്ചുഗല് കളം വിട്ടതോടെ ഡെമ്പലെ ബോക്സിൽ നിന്നും ബോക്സിന്റെ പുറത്ത് ബോക്സിന്റെ അകത്ത് ബല ഇങ്ങോട്ട് വാ ബാഫിയ ഡെമ്പലെ ഇമ്മാക്കൊരു അസിസ്റ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. അസിസ്റ്റ് നൽകാൻ വേണ്ടി വന്നതാണ്. അപ്പം അമ്മച്ചിക്ക് നമ്മളെ ഇവിടുത്തെ കുടിവെള്ള ആവശ്യാർത്ഥം ആ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അഫീഫ് വന്നിട്ടുള്ളത്. അഫിയേ അപ്പം നമ്മളിന്ന് കക്കടംപോയിലാണ് പറയപ്പെടുന്നത്. ഇനി ഇന്നാളത്തെ മാതിരി കുരിശുമല കയറി വരുമോന്ന് അറിയില്ല. ഇന്നാളെ ഇതേമാതിരി കഴിച്ചില്ലേ? ചെറുതായിട്ട് നബീലിന്റെ അപ്പൊ പിന്നെ വല്ലപ്പോഴും കിട്ടുള്ളൂ. നബീലെ ഈ ക്ലാസ് അധികം നബീലെ അന്റെ വക എനിക്കൊരു ഫുഡ് കഴിഞ്ഞു. ജിന്റെ 5 വാങ്ങിക്കൊടുത്തു. ആരാ എന്റെ ആദ്യത്തെ ഫ്രണ്ട്? സൂര്യ. ആരാ എന്റെ ആദ്യത്തെ ഫ്രണ്ട് പറയും? ഞാനല്ലേ. നമ്മള് സ്പ്ലിറ്റ് ഇട്ടാണ് പറഞ്ഞ വണ്ടി നോക്കാൻ വേണ്ടിട്ട് ചെലവ്. ഞാൻ പറഞ്ഞു ഒന്നേ സ്കൂട്ടി എടുക്കാം, അല്ലെ ഇപ്പൊ ഇവിടെ മൈലേജ് ഉള്ള ഡിസൈറാണ്. അപ്പോൾ CNG ഒന്നും അടിച്ചാൽ മുതലാവില്ല. എൻ്റെ ഈ ഒരു വണ്ടൂര് പോയി തരുന്നതിന് 1000 രൂപ ഞങ്ങൾക്ക് CNG അടിച്ചിരുന്നൊക്കെ ചോദിച്ചു. എന്നാൽ എൻ്റെ വേറെ എടുക്കാം.
അപ്പൊ അതും പറ്റില്ല. പിന്നെ എന്താ വെച്ചാൽ ഒരു ഫുഡെങ്കിലും വാങ്ങി തരുമോ ചോദിച്ചു. ആ വാങ്ങി തരാം. ഫുഡ് വാങ്ങിച്ചതായിരുന്നു. ബാ എന്നാ പോവാ. 2 പീസ് ആവാണ്ട് കഴിച്ചു മുതലാക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഭക്ഷണം വേണ്ടല്ലോ. ബോക്സിൽ നിന്നും ഡെമ്പലെ. ഇതാ പോർച്ചുഗൽ പുറത്തുപോയ ഡെമ്പലെ പോലീസും എംബപ്പയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ത്രിവർണ്ണ കോംബോ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിന് ഒരു പറ്റം സപ്പോർട്ട് നൽകിക്കൊണ്ട് ഫിഫ വന്നിരിക്കുന്നു. ഫ്രാൻസിന് സപ്പോർട്ട് ഞാൻ ടീം മാറിയിട്ടൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ജേഴ്സി. ബോക്സിൽ നിന്നും ഡെമ്പലെ തിരിഞ്ഞേക്ക്. ഫ്രാൻസിന് ഓൾറെഡി 2 കപ്പ് ഉണ്ടല്ലേ. അസിഫ് കയറടാ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും അറിയാൻ നമുക്ക് പോയേക്കാം. പോകുന്ന വഴിക്ക് വിശേഷങ്ങൾ കാണാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ മസ്റ്റ് ആയിട്ടും പ്ലീസ് ഡു സബ്സ്ക്രൈബ്. എല്ലാവരും നല്ലൊരു ഞായറാഴ്ചയാണ്. സബ്സ്ക്രൈബ് ചെയ്ത് പുണ്യം നേടുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ഈ വ്ളോഗ് കണ്ട് ടിങ് ബട്ടണും കാര്യങ്ങളും അടിച്ചുകൊണ്ട് മാത്രം ഈ വ്ളോഗ് കാണുക എന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ ഗൈസ് നമുക്ക് എല്ലാവർക്കും പോയേക്കാം. യാത്രക്കിടയിൽ ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വണ്ടി സൈഡാക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ 105 പരം വെറൈറ്റി പായസങ്ങൾ പറഞ്ഞിട്ടുള്ള ഷോപ്പ് നമ്മൾ കണ്ടത്. അപ്പം കെൻസു മുനീറൊക്കെ ആദ്യം റെഡി ആയി വന്നിട്ട് എന്ത് ചെയ്തു, മധുരം കുടിക്കേണ്ട ടൈം ആയപ്പോൾ നേരെ കയറി വന്നു. അതുപോലെ തന്നെ ഇക്കു സൽമാനൊക്കെ എന്താ വെച്ചാൽ ഓൾറെഡി മധുരം കുടിച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി പായസം. എന്തൊക്കെ ഫ്ലേവർ ഉണ്ട്? അപ്പോ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പൈനാപ്പിൾ ഉണ്ട്, ടെൻഡർ കോക്കനട്ട് ഉണ്ട്, അത്തിപ്പഴം ഉണ്ടാകുന്നുണ്ട്. ഓരോ വെറൈറ്റീസ് അല്ലേ? ഓ ഡിഫറെന്റ് മെനു. ഓക്കെ. അപ്പൊ എല്ലാവരും കക്കാടമൊയിലൊക്കെ പോകണ്ട. ഇവിടെ എന്തായാലും കയറിയൊക്കെ. ഇതാണ് ആലിയ. ബാക്കിൽ നിൽക്കുന്ന ആളാണ് ആലിയ. നേരെ വണ്ടി നിർത്തിയപ്പോൾ വണ്ടിന്റെ ഉള്ളിൽ ഓടി കയറി വന്ന ആളാണ് ആലിയ. ആലിയ എത്ര ക്ലാസ്സിലാ? ഏത് സ്കൂളിലാ? മുദീരിയ. ഓക്കെ. അതുപോലെ അസ്ലം ഉണ്ട്. അസ്ലമും നമ്മളെ ചെക്കനുണ്ട്. ബാ. അപ്പൊ അസ്ലമും നമ്മളെ വണ്ടി നിർത്തിയപ്പോൾ നേരെ നമ്മളടുത്തേക്ക് വന്ന കുട്ടിയാണ്. അസ്ലമിന്റെയും ആലിയന്റെയും സംരംഭം കേട്ടോ. കുടിച്ചോളി. അത് കുടിച്ചോട്ടെ. എനിക്കാണ് മധുരം. അതേ വില കൊണ്ടൊക്കെ കുടിപ്പിച്ചേ. കുടിക്കി. അപ്പൊ എന്തായാലും സൽമാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിനി. എനിക്ക് തോന്നണില്ല അത് പായസം കൊണ്ടാ പരാതി തീരുമെന്ന് എനിക്ക് തോന്നണില്ല സൽമാൻ്റെത്. പെപ്സിൻ 7-Up വാങ്ങി വണ്ടിയിൽ നടക്കുക. +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാതെ തുറക്കുക പറയാം. അഞ്ചന്മാരും ഏട്ടന്മാരും ഉണ്ടാക്കി വെച്ച സുഖ സൗകര്യങ്ങൾ ആനന്ദകരമായി ജീവിച്ചിട്ട് അതിന് 20 റുപ്യേൻ്റെ പെപ്സി. ചിലവില്ല അവനെ കൊണ്ട്. 20 റുപ്യേൻ്റെ 2 പെപ്സി 7-Up മാത്രം. അത് ഓരോ ദിവസവും അല്ലേ മാറി വരിക. എങ്ങനെ അഫീഫല്ലേ? ചെറിയ അതവൻ ഇങ്ങനെ പെപ്സി കുടിച്ച് നടക്കുക എന്നുള്ളൊരു സംഭവം അഫീഫിനെ കൊണ്ടൊരു ഇടങ്ങാറുള്ളൂ. വേറെ ഇടങ്ങാറൊന്നുമില്ല. ആലിയ പക്ഷെ ഇടക്കൊക്കെ നല്ലതാ. ഇജു കുടിച്ചോ? അപ്പൊ എല്ലാരും വരട്ടോ. ഇതാണ് ഷോപ്പ് കേട്ടോ. അപ്പൊ ഇവിടെ എന്തുണ്ട്? കുട്ടികളെന്തുണ്ടാവോ? ഇല്ല, ശനി ഞായറുണ്ടാവും. ഓക്കെ. അപ്പൊ സ്കൂളില്ലാത്തന്ന് കുട്ടികളുണ്ടാവും. കുട്ടികളാണ് നമ്മളിങ്ങോട്ട് കൊടുക്കുന്നത് കേട്ടോ. രണ്ടാളും വണ്ടി നിർത്തിയപ്പോൾ വണ്ടീൻ്റെ അടുത്തേക്ക് രണ്ടാളും ഓടി വന്നിട്ടാ. ആലിയും വന്നു, അസ്ലമും വന്നു. അങ്ങനെയാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ടാറ്റ എടുക്കി. ആലിയ ടാറ്റ എടുത്ത. ടാറ്റ. ഓ ആലിയക്ക് സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ആലിയന്റെ വക ഒരു ടാറ്റ എടുക്കി. എൻ്റെ കുട്ടി ടാറ്റാ. അസ്ലമ ടാറ്റ എടുക്കി. ടാറ്റാ. അപ്പൊ വീഡിയോസ് കാണണല്ലോ കേട്ടോ. ഞാൻ വന്നിറങ്ങില്ലേ അപ്പൊ തന്നെ ഷോർട്സ് എടുത്തിട്ടേ. അപ്പം നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാൻ പോകാം. ഇവിടെ അസറൂൻ്റെ അഞ്ചനുണ്ട് കേട്ടോ. അവിടെ അതിൻ്റെ ഉള്ളിൽ ഫീഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ നാട് കേട്ടോ. യമൂനെ വളർത്തുകയാണ് നമ്മളെ നാട്ടിൽ. നാടൊക്കെ വലിയ വികസനത്തിൻ്റെ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവിടെ യമുക്കളൊന്നും ഇല്ലേനു. ഇപ്പം യമു കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ യമുകളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നബീലൊക്കെ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകളെ വരവ് കൂടി നാട്ടിലേക്ക്, നിലമ്പൂരിന്റെ വികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യമുന വാങ്ങേ. യമു വലുതായ രസമാവും. യമുന് രസമാവും. ആരെ കൊണ്ടടക്ക. അപ്പൊ അഫീഫ് മാർക്കോനെ മിസ് ചെയ്തിട്ട് ഒരു നാടൻ മാർക്കോനെ കമ്പനി ആക്കിയിട്ടുണ്ടോ. അഫീഫ് അതിനെ കളിപ്പിച്ച് നിൽക്കുകയാണ്. സൂം ചെയ്തൊക്കെ
മൈലാളി മൈലാളി ഇത്രയും കാലം എവിടെയായിരുന്നു മൈലാളി? ഞാൻ മൈലാളിൻ്റെ കൂടെ വേണമെങ്കിൽ വീട്ടിലേക്ക് വരാം. ഞാൻ വേണമെങ്കിൽ അവിടെ ഫുള്ള് സെക്യൂരിറ്റി ഫുള്ള് സെറ്റാക്കാം മൈലാളി. മൈലാളി എന്തെങ്കിലും പട്ടി ബിസ്ക്കറ്റ് വാങ്ങിത്താ മൈലാളി. മൈലാളി എന്തെങ്കിലും ചില്ലറ ബിസ്ക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റ് വാങ്ങിത്താ മൈലാളി. മൈലാളി മൈലാളി ഞാൻ എന്നാ പോയിട്ട് വരാം. ബിസ്ക്കറ്റും ഇല്ല, ഒരു തേങ്ങയില്ല മൈലാളി കയ്യിൽ. ഞാൻ പോവാ മൈലാളി. അപ്പോൾ നമ്മളെ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതേമാതിരി എല്ലാ സ്റ്റോപ്പിലും ചവിട്ടുക. പീടികകൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ചവിട്ടുക. നമ്മളെ ട്രിപ്പിൻ്റെ പ്രത്യേകത ചായപ്പീടിക കണ്ടാൽ ചവിട്ടുക. അസീബൊക്കെ കണ്ടില്ലേ പഴംപൊരി തിന്നുക. ഒരിക്കലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റണില്ല ട്രിപ്പിന്. ചായ കുടിക്കുക, പഴംപൊരി തിന്നുക. റായിഫ് അതാ പരിപ്പോടം തന്നെ. ഇജെന്താ ഓർഡർ ചെയ്തേ? പൊറാട്ടയും നബീൽ പൊറാട്ടയും കാടമുട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടോ? അപ്പം നബീല് ഇത് കണ്ടിട്ട് നല്ല കുടിവെള്ളം തായ്ലൻഡത്തെ വെള്ളങ്ങളുണ്ട് പറഞ്ഞിട്ട് അവിടെ കയറി കേട്ടോ. അപ്പം ഇത് ഇവിടുത്തെ ഫ്ലസ്കാണ്. ഫ്ലസ്ക് വെച്ചിട്ട് ഫ്രിഡ്ജ് ഫ്ലസ്കാണ്. ഫ്ലസ്ക് ഈ നാട്ടിൽ ഇത് ആദ്യ. അപ്പം പട്ടിക്ക് കാടമുട്ട ഫിഫേ. ഇതൊക്കെ പട്ടിക്ക് കാടമുട്ട കൊടുക്കണം ഫിഫേ.